ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്നായിരുന്നു. ഞാൻ സൗമ്യ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ നാനാണ്. ഇനി മുതൽ നമുക്കത് കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുകയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. താങ്ക് യു. ഇനി നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനേ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ചൂടുവെള്ളം 1/2 കപ്പ് വേണം. 1 ടേബിൾ സ്പൂൺ ഷുഗർ വേണം. പിന്നെ നമുക്ക് ഈസ്റ്റ് വേണം, ഉപ്പ് വേണം. ഇനി നമുക്ക് ഈ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്ക് ഈസ്റ്റും ഷുഗറും കൂടെ കലക്കി നമുക്കൊരു 5 മിനിറ്റ് നേരത്തിന് മൂടി വെക്കാവുന്നതാണ്. അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ടേ, നമുക്കിത് തുറന്ന് നോക്കാവേ. ഇപ്പം ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കൂടത്തിൽ തന്നെ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന തൈരും കൂടെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറു ചൂടുവെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് ശരിക്കും ചപ്പാത്തി കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 5-10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് പരട്ടി കൊടുക്കാം. കാരണം ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് പൊങ്ങി വരുമ്പോഴത്തേനുവേ. ജസ്റ്റ് കുറച്ച് മാത്രം ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയേ. ഇനി നമുക്കിത് കവർ ചെയ്ത് ഒരു 2-3 മണിക്കൂർ നേരത്തേന് വെക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ചൂട് കുറവായതുകൊണ്ട് ഞാനൊരു 3 മണിക്കൂറോളം വെക്കുന്നുണ്ട്. ചൂടുള്ള സ്ഥലത്ത് 1-2 മണിക്കൂർ വെച്ചാൽ മതിയായിരിക്കും. ഇനി അതിന് ശേഷം നമുക്ക് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഏകദേശം 3 മണിക്കൂർ അടുത്തോളം ഞാൻ 2-3 മണിക്കൂറോളം ഞാൻ വെച്ചായിരുന്നു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത്. നമുക്കിനി ഇത് 1-2 പ്രാവശ്യം കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരുവിധം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ പകുതി എടുക്കുവാണ്. നമുക്ക് ഈ രീതിയിൽ നീളത്തിൽ പരത്തി വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കുറേശ്ശെ ചെറിയ പീസുകളായിട്ട് നമുക്ക് കത്തിയും കൊണ്ടൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കയ്യിൽ ശകല എണ്ണ പറ്റിയ ശേഷം നമുക്ക് ഓരോന്ന് ഇങ്ങനെ വട്ടത്തിൽ ഉരുട്ടി എടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്കിത് പരത്തി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് പരത്തി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ മൈദപ്പൊടി കട്ടിംഗ് ഇടുവാണ്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാവേ. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് 2 സൈഡിലും പൊടിയൊക്കെ പരത്തിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാവുന്നതാണ്. നമുക്ക് ഒത്തിരി തിന്നായിട്ട് പരത്താൻ പാടില്ല കേട്ടോ. ചെറിയൊരു കനത്തിൽ വേണം പരത്താനായിട്ട്. അതേപോലെ തന്നെ എല്ലാ സൈഡും ഒരേ കനം വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചുട്ട് വരുമ്പോഴത്തേനും നന്നായിട്ട് പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പാൻ ചൂടായതിന് ശേഷം നമ്മുടെ നാൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എണ്ണയൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
മറിച്ചിട്ട് കൊടുത്തു. നമുക്ക് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ നമുക്ക് ബട്ടർ നമുക്ക് പരട്ടി കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ നാന്. അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡായി പോവുകയെ. കാരണം ബട്ടർ പരട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കുറേ സമയം കൂടി ഇരുന്നോളും. ചൂടോടുകൂടി കഴിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുമേ. താങ്ക്